വണ്ടി നിന്ന് തീരും മുമ്പേ ആൾക്കാർ ഇരച്ചെത്തി. ക്യാമറകളുടെ ഫ്ലാഷുകൾ തുടരെ മിന്നിമറിഞ്ഞു. ചോരയിൽ കുളിച്ചു കിടക്കുന്ന ആ പെൺകുട്ടിയുടെ അവസ്ഥ ചിത്രീകരിക്കാൻ മാധ്യമങ്ങൾ മത്സരിച്ചെങ്കിലും കൂടുതൽ ഫോട്ടോകളും വീഡിയോകളും ലീക്കാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഇടപെട്ടു. എല്ലാവരും അങ്ങോട്ട് മാറി നിൽക്ക്. ഡോക്ടർ, നിങ്ങൾ കുട്ടിയുമായി വേഗം അകത്തേക്ക് പൊക്കോളൂ. അവിടെ തടിച്ചു കൂടിയവരെ പോലീസ് തന്നെ ബലമായി മാറ്റി റൂട്ട് ക്ലിയർ ചെയ്തു. നിമിഷ നേരം കൊണ്ട് മേധയെ സ്ട്രെച്ചറിലാക്കി ഐസിയുവിലേക്ക് മാറ്റി. മഹാരാജാസ് കോളേജിൽ നടന്ന ദുരനുഭവത്തിന്റെ വാർത്ത അറിഞ്ഞവർ ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞെടുത്തുകൊണ്ടിരുന്നു. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട പാർട്ടി മീറ്റിംഗിൽ പങ്കെടുക്കുകയായിരുന്നു MLA വിശ്വനാഥൻ. വിവരം അറിഞ്ഞ ഉടൻ തന്നെ മീറ്റിങ്ങുകളെല്ലാം ക്യാൻസൽ ചെയ്ത് തന്റെ പൊന്നോമന മകളുടെ അടുത്തേക്ക് തിരിച്ചു. വഴിനീള പോലീസിന്റെ പൈലറ്റ് വാഹനങ്ങൾ അദ്ദേഹത്തിന്റെ വണ്ടിക്കായി പാതയൊരുക്കി. അപ്പോഴേക്കും വിശ്വനാഥന്റെ ഭാര്യയും പ്രശസ്ത നർത്തകിയുമായ മഹാലക്ഷ്മി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞിരുന്നു. മകളുടെ ഈ അവസ്ഥ നേരിൽ കണ്ട അവർ പൂർണ്ണമായും തകർന്നു പോയിരുന്നു. ഐസിയുവിന്റെ മുന്നിലെ വരാന്തയിലിരുന്ന് അവർ വിങ്ങിപ്പൊട്ടി. കൂടെ ഉണ്ടായിരുന്ന മൂത്ത മകൻ യാദവ് അവരെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്റെ മഹാദേവ, എന്റെ കുഞ്ഞിന്റെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഇതിനാണോ ഞാൻ പൊന്നുപോലെ അവളെ വളർത്തിയത്? ഒന്ന് നുള്ളിപ്പോലും നോവിക്കാത്ത എന്റെ കുഞ്ഞ്. മോനെ, അത് കണ്ടില്ലടാ, ചോര വാർന്ന് നമ്മുടെ കൊച്ചിനെ. അമ്മ, ഇങ്ങനെ കരയാതെ ഇവിടെ വന്നിരുന്നേ. അവൾക്കൊന്നും വരില്ല, ഞാനല്ലേ പറയുന്നത്. എനിക്ക് പറ്റുന്നില്ല ഇതൊക്കെ കണ്ടിട്ട്. എനിക്ക് പേടിയാ മോനെ, നമ്മുടെ കുഞ്ഞ്. ഒന്നും വരില്ലമ്മേ, ഒന്നും വരില്ല, ഞാനിവിടില്ലേ. ഏതോ ഒരു തരത്തിൽ അമ്മയെ തൻ്റെ അരികിലേക്ക് തന്നെ പിടിച്ചിരുത്തി. മോനെ ഏതു, എനിക്കിതൊന്ന് കാണാൻ വയ്യടാ. നമ്മുടെ മേധ ഇങ്ങനെ ഒരു മണ്ടത്തനം കാണിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും അമ്മ കരുതിയില്ല മോനെ. എല്ലാവർക്കും പ്രിയപ്പെട്ടവളല്ലേ അവൾ. എന്നാലും നമ്മുടെ കുഞ്ഞ് എന്തിനായിരിക്കും ഇതൊക്കെ ചെയ്തത്? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലടാ. വെറുക്കുന്ന ശബ്ദത്തോടെ മഹാലക്ഷ്മി തന്റെ മകന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നഗരത്തിൽ അറിയപ്പെടുന്ന ന്യൂറോ സർജനായ യാദവ് വിശ്വനാഥൻ തന്റെ വിറയൽ പുറത്തു കാണിക്കാതെ അമ്മയെ ആശ്വസിപ്പിച്ചു. പക്ഷെ അവന്റെ കണ്ണുകൾ സങ്കടത്തോടൊപ്പം കടുത്ത ദേഷ്യവും നിറഞ്ഞു നിന്നിരുന്നു. അമ്മ കരയാതെ. ഇതിന് പിന്നിൽ ആരാണെങ്കിലും എന്ത് കാരണമാണെങ്കിലും ഈ യാദവ് അവര് വെറുതെ വിടില്ല. എന്റെ പ്രാണൻ എന്റെ മോള്. അവൾക്കൊന്ന് നൊന്താൽ എനിക്ക് സഹിക്കില്ല. ഞാൻ അവന്മാരെ തകർക്കും. ഒരു ജ്യേഷ്ഠന്റെ വേദനയും ആക്രോശവും അവന്റെ വാക്കുകളിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിന്നിരുന്നു. ഇരുവരും നെഞ്ചിടിപ്പോടെ ഐസിയുവിന്റെ വാതിലിന് മുന്നിൽ അക്ഷമരായി കാത്തു നിന്നു. അപ്പോഴാണ് എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഐസിയുവിന്റെ കനത്ത വാതിലുകൾ അവർക്കായി തുറക്കപ്പെട്ടത്. അതേസമയം ഹോസ്പിറ്റലിന്റെ വെയിറ്റിംഗ് റൂമിൽ ടിവിയിൽ വാർത്തകൾ തത്സമയം സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ. മഹാരാജാസ് കോളേജിൽ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമം. ഇന്ന് പകൽ 11 മണിയോടെയായിരുന്നു സംഭവം. 2ാം വർഷ ഡിഗ്രി വിദ്യാർത്ഥിനിയും MLA വിശ്വനാഥന്റെയും പ്രശസ്ത നർത്തകി മഹാലക്ഷ്മിയുടെ മകളായ മേധ വിശ്വനാഥൻ കോളേജിലെ B ബ്ലോക്കിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. ഉടനെ തന്നെ അധ്യാപകരും വിദ്യാർത്ഥികളും ചേർന്ന് കുട്ടിയെ സിറ്റി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ എത്തിച്ചു. മേധയുടെ നില അതീവ ഗുരുതരാവസ്ഥയിലായി തുടരുന്നു എന്നാണ് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. വാർത്തയുടെ ടോൺ മാറി അടുത്ത വിഷ്വൽസ് സ്ക്രീനിൽ തെളിഞ്ഞു. മേധ വിശ്വനാഥന്റെ ആത്മഹത്യാ കേസ് അന്വേഷിക്കുന്നത് മറ്റാരുമല്ല, സൂര്യവംശി IPS ആണ്. അന്വേഷിച്ച എല്ലാ കേസുകളിലും വിജയം മാത്രം കൈമുതലാക്കിയ കേരള പോലീസിന്റെ ചുണക്കുട്ടി. മേധയുടെ കേസ് മാത്രമല്ല സൂര്യവംശി IPSന്റെ കൈവശം ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 6 മാസ കാലയളവിനിടയിൽ മഹാരാജാസ് കോളേജിൽ നടന്നുകൊണ്ടിരുന്ന നിഗൂഢമായ സംഭവ പരമ്പരകളുടെ പൂർണ്ണ അന്വേഷണ ചുമതലയുള്ള സ്പെഷ്യൽ ഓഫീസറായി ഇനി മുതൽ സൂര്യവംശി IPS ഉണ്ടായിരിക്കുന്നതാണ്. കേരള പോലീസിലെ ഏറ്റവും കാര്യപ്രാപ്തിയുള്ള രാഷ്ട്രീയക്കാരുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാത്ത കനിഷ്ഠക്കാരനായ ഓഫീസറാണ് സൂര്യവംശി. ക്യാമ്പസിലെ അടിയൊഴുക്കുകളും മേധയുടെ കേസും ഒരുമിച്ച് അന്വേഷിക്കാൻ സർക്കാർ അവരെ തന്നെയാണ് നിയോഗിച്ചിരിക്കുന്നത്. സൂര്യവംശിയുടെ വരവ് ക്യാമ്പസിലെ പല വലിയ തലപ്പങ്ങളെയും ഉലയ്ക്കും എന്നുറപ്പായിരുന്നു. ടിവിയിൽ വന്ന ഈ വാർത്ത കുളങ്ങര കുടുംബത്തിന്റെ വലിയ തറവാട്ട് വീട്ടിലും വലിയ ചർച്ചയായി മാറി. കുളങ്ങര കുടുംബത്തിലെ എല്ലാവരും ഒത്തുചേരുന്ന ഹാളിലെ ടിവിയിലാണ് ഈ വാർത്ത വന്നത്. അത് ശ്രദ്ധിച്ചതും MLAയുടെ അടുപ്പക്കാരനായ സേവിച്ചൻ പരിഭ്രാന്തിയോടെ ഹാളിലേക്ക് നടന്നു വന്നു. എന്തൊക്കെയാ ഇച്ചായി കേൾക്കുന്നത്? ഈ വയസ്സാം കാലത്ത് നമ്മുടെ ഒപ്പനിനി കോടതി കേസുമായി നടക്കേണ്ടി വരുമോ?
സേവ്യച്ചൻ ആകെ അസ്വസ്ഥനായിരുന്നു. എന്നാൽ കുളങ്ങര കുടുംബത്തിന്റെ നാഥനായ അപ്പൻ, കുളങ്ങര മൈക്കിളപ്പൻ, തന്റെ ചാരുകസേല് ഒരു കൂസലുമില്ലാതെ മലർന്നിരിക്കുകയായിരുന്നു. നാട്ടിലെ വലിയൊരു കോളേജ് മാനേജ്മെന്റ് തലപ്പത്തിരിക്കുന്ന മൈക്കിളിന് ഇതൊന്നും ഒരു പുത്തരിയല്ലായിരുന്നു. അവൻ മകനെ നോക്കി പരിഹാസത്തോടെ ഒന്ന് ചിരിച്ചു. മോനെ സേവിച്ച, നീ വന്നതുപോലെ തിരിച്ച് കാനഡയിലേക്ക് പോകാൻ നോക്ക്. നിന്റെ അപ്പനായ ഞാൻ ഇതാദ്യമായിട്ടൊന്നുമല്ല ഒരു കോളേജ് മാനേജ്മെന്റിന്റെ കസേരയിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ആദ്യം നീ വിട്ടേക്ക്. പിന്നെ അവിടെ ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും തിരക്കാനാണ് ഞാൻ എൻ്റെ ചെക്കനെ ഇസഹാക്കിനെ കോളേജിലേക്ക് അയച്ചത്. ഇനിയെല്ലാം അവൻ നോക്കിക്കോളും. വർക്കിയപ്പൻ വളരെ ശാന്തനായി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. സേവിച്ചൻ തലയെ കൈവച്ചു പോയി. ബെസ്റ്റ്, അവസാനം അരം പ്ലസ് അരം കിന്നാരമാകാതിരുന്നാ മതി. അപ്പനത് ആ കർത്താവിനോട് ഒന്ന് പറഞ്ഞു വെച്ചേക്ക്. അതും പറഞ്ഞ് സേവിച്ചനും മാത്യുവും ദേഷ്യത്തോടെ സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോയി. അവർ പോയിട്ടും അപ്പൻ ഒരു ഭയമില്ലാതെ ആ കസേരയിൽ തന്നെ ഇരുന്നു. തന്റെ മകൻ ഇസഹാക്ക് ആ ക്യാമ്പസിൽ ഉള്ളിടത്തോളം ഒരു സൂര്യവംശിക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വലിയൊരു ഭാവം ആ മുഖത്തുണ്ടായിരുന്നു. മഹാരാജാസ് കോളേജിന്റെ ഗേറ്റ് കടന്ന് ആ കറുത്ത പോലീസ് ജീപ്പ് വന്നു നിന്നു. വണ്ടിയിൽ നിന്ന് സ്പെഷ്യൽ ഓഫീസർ സൂര്യവംശി IPS പുറത്തേക്കിറങ്ങി. എല്ലാവർക്കും അവൻ ഒരു IPS ഓഫീസറാണ്. എന്നാൽ ആ കോളേജിന് അവൻ സൂര്യ എന്ന പഴയ വിദ്യാർത്ഥി നേതാവ് കൂടിയായിരുന്നു. കോളേജിന്റെ മണ്ണിലേക്ക് കാൽ വെക്കുമ്പോൾ അവന്റെ ചെവിയിലേക്ക് അലയടിച്ച് കേൾക്കുന്നത് യസഫായ് സിന്ദാബാദ്, വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, തോറ്റിട്ടില്ല തോറ്റിട്ടില്ല, തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. സഹാവേ, സാറേ വരുവാടോ. ഹെഡ് കോൺസ്റ്റബിൾ അരുണോട് അതും പറഞ്ഞുകൊണ്ട് സൂര്യ പഴയ സഹാവിൽ നിന്ന് SI സൂര്യവംശിയായി മാറിക്കഴിഞ്ഞിരുന്നു. അവന്റെ ബൂട്ട്സിന്റെ ശബ്ദം അവിടെ ഉയർന്നു. അതിന്റെ ആ ശബ്ദം അവിടെ മൊത്തം അങ്ങനെ പ്രതിധ്വനിച്ചു കൊണ്ടിരുന്നു. എത്രയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടും സൂര്യയുടെ മനസ്സിലേക്ക് ആ കോളേജ് കാലവും തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളും എല്ലാം ഓടി വന്നു. അന്ന് എത്ര പോലീസ് ജീപ്പിന് നേരെ കല്ലെറിഞ്ഞു. ഇന്നോ അതേ കോളേജിൽ താൻ ഒരു പോലീസുകാരനായി. എന്തൊക്കെയാണല്ലേ. അവൻ അതോർത്തപ്പോൾ തന്നെ മുഖത്തൊരു ചിരി വിടർന്നു. സൂര്യ നേരെ ചെന്ന് നിന്നത് പ്രിൻസിപ്പൽ ഓഫീസിന് മുന്നിലായിരുന്നു. അവന് ആ ബോർഡിലേക്ക് ഒന്ന് നോക്കി. അതിൽ ആ പേര് ഒന്ന് മനസ്സിൽ പറഞ്ഞു. രാധാകൃഷ്ണൻ. താൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഇതേ കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെന്റ് HOD. താനും അവനും ഉണ്ടാക്കിയ പ്രശ്നങ്ങളെ എല്ലാം മധ്യസ്ഥൻ. പ്രിൻസിപ്പൽ രാധാകൃഷ്ണനുമായി കേസിന്റെ കാര്യങ്ങളെല്ലാം ഒഫീഷ്യലായി തന്നെ സംസാരിച്ചു. അവിടെ നിന്ന് തെളിവെടുപ്പിനായി എഴുന്നേൽക്കുമ്പോഴാണ്, എന്താണെങ്കിലും ഇന്ന് നല്ല ബെസ്റ്റ് ദിവസമാണ് സൂര്യ. അതെന്താ സാർ? തന്റെ കൂട്ടുകാരന്റെ ജോയിനിങ് ഡേ ആയിരുന്നു ഇന്ന്. നിങ്ങളുടെ അതേ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ. സാർ ആരുടെ കാര്യമായി പറയുന്നത്? കാര്യം മനസ്സിലാകാത്തതുപോലെ സൂര്യ തിരക്കി. വേറെ ആര്? ഇസ്ഹാക്ക് തന്നെ. ഓ, അവൻ ഇവിടെ ഉണ്ടോ? എന്നാൽ പിന്നെ ഒന്ന് കണ്ടു കളഞ്ഞേക്കാം. അത് പറഞ്ഞ് സൂര്യ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റിലേക്ക് ലക്ഷ്യം വെച്ച് നടന്നു തുടങ്ങി. എന്റെ കൃഷ്ണ, ഈ കാട്ടാളന്മാർ ഇതുവരെയും ഒന്ന് നിർത്തിയില്ലേ? പറഞ്ഞത് അബദ്ധമായി പോയോ എന്ന് സ്വയം പഠിച്ചുകൊണ്ട് പുള്ളിയും അവന് പിറകെ പോയി. അവിടേക്ക് നടക്കുന്നതിനിടയിലും സൂര്യയുടെ മനസ്സ് മുഴുവനും അവനായിരുന്നു, ഇസഹാക്ക്. കണ്ട അന്നു മുതൽ തുടങ്ങിയതാണ് അവർ തമ്മിലുള്ള ശത്രുത. ക്ലാസ് മുറിയിലും ഗ്രൗണ്ടിലും യൂണിയൻ തിരഞ്ഞെടുപ്പിലും അവർ പരസ്പരം തല്ലുകൂടിയിട്ടുണ്ട്. അന്നത്തെ ആ പക ഇന്നും രണ്ടുപേരുടെയും ഉള്ളിലും തീർന്നിരുന്നില്ല. വർഷങ്ങൾക്ക് ശേഷം ഒരാൾ പോലീസായും മറ്റൊരാൾ അതേ കോളേജിൽ സാറായും വീണ്ടും നേർക്കുനേർ വന്നിരിക്കുകയാണ്. അതേസമയം കെമിസ്ട്രി ലാബിൽ നിന്ന് ഇസഹാക്ക് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. താഴെ സൂര്യവംശിയുടെ ജീപ്പ് വന്നു നിൽക്കുന്നതും അവൻ ഇറങ്ങുന്നതും പ്രിൻസിയുടെ റൂമിലേക്ക് പോകുന്നതുമെല്ലാം ഇസഹാക്ക് കൃത്യമായി കണ്ടു. കാട്ടാളൻ കുറെ നേരമായാലും പുറത്തേക്ക് നോക്കി നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഏത് പെണ്ണിനെ വായി നോക്കി നിൽക്കുക? വൃത്തികെട്ടവൻ. ലാബ് റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കും മിലി അവന്റെ നോട്ടം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയും ഇവനൊരു പണി കൊടുക്കണം. താഴെ ഏത് പെണ്ണിനെയാണ് നോക്കുന്നത് എന്നാദ്യം അറിയട്ടെ. രാവിലെ തന്നെ ക്ലാസ്സിൽ വെച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തി നാണം കെടുത്തിയതിന്റെ ദേഷ്യം റാഹിലിന് ഇപ്പോഴുമുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ അവൻ നോക്കിയ വഴിയെ തന്നെ പുറത്തേക്ക് നോക്കി. അപ്പോഴാണ് അവിടെ പ്രിൻസിപ്പൽ ഓഫീസറിന്റെ അങ്ങോട്ടുള്ള വഴിയിൽ കിടക്കുന്ന പോലീസ് ജീപ്പ് കാണുന്നത്. ഓഹോ, പോലീസുകാരനെ നോക്കി നിൽക്കുമായിരുന്നോ? അതും ആത്മകഥ നടത്തിക്കൊണ്ട് വീണ്ടും റെക്കോർഡിലെ വരികൾ എഴുതി തുടങ്ങി.
എന്റെ മിലിക്കൊച്ചെ, നീ ഇങ്ങനെ നോക്കുമൊന്നും വേണ്ട. അത് മേധയുടെ കേസ് അന്വേഷിക്കാൻ വന്ന ഓഫീസറാണ്, സൂര്യവംശി IPS. കൂടെ ഉണ്ടായിരുന്ന അനഘ റാഹലിനോട് പതിയെ പറഞ്ഞു. എന്നാലും നീ എങ്ങനെയടി ഇത്ര പെട്ടെന്ന് ന്യൂസ് എല്ലാം അറിയുന്നത്? ഒരത്ഭുതം എന്ന പോലെ മിലി അനഘയെ ഒന്ന് നോക്കി. അതൊക്കെ എന്റെ കഴിവ് എന്ന് പറഞ്ഞ് അവൾ ടോപ്പിന്റെ കോളർ ഒന്ന് പൊക്കുന്നത് പോലെ കാണിച്ചു. പെട്ടെന്നാണ് ലാബിന്റെ വാതിൽ തുറന്ന് സൂര്യവംശി അകത്തേക്ക് കയറി വന്നത്. കൂടെ പ്രിൻസിപ്പളും ഉണ്ടായിരുന്നു. സൂര്യവംശിയുടെ വരവോടെ ലാബാകെ വലിയൊരു നിശബ്ദത പടർന്നു. അവൻ നേരെ നടന്നു വന്നത് ഇസ്ഹാക്കിന്റെ മുന്നിലേക്കായിരുന്നു. രണ്ടുപേരും പരസ്പരം കണ്ണുകളിലേക്ക് നോക്കി നിന്നു. വെൽക്കം ബാക്ക് മിസ്റ്റർ സൂര്യവംശി, ഇസ്ഹാക്ക് ഗൗരവത്തോടെ പറഞ്ഞു. അവന്റെ സ്വരത്തിൽ ചെറിയൊരു പരിഹാസം ഉണ്ടായിരുന്നു. സൂര്യവംശി തന്റെ കൂളിംഗ് ഗ്ലാസ് ഒരു കയ്യിൽ പിടിച്ചു. പഴയ ഓർമ്മകൾ പുതുക്കാൻ വന്നതല്ലേ ഇസ്ഹാക്ക്? MLAയുടെ മകളുടെ കേസ് അന്വേഷിക്കാൻ വന്നതാണ്. ഈ ക്യാമ്പസിനകത്ത് നടക്കുന്ന കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് അറിയാം. അന്വേഷണ നിയമത്തിന്റെ വഴിക്ക് നടക്കട്ടെ ഓഫീസർ. പക്ഷേ ക്ലാസ് ടൈമിൽ പ്രൊഫസർമാരുടെയും കുട്ടികളുടെ സമയം കളയാതിരുന്നത് നന്നായിരുന്നു, ഇസ്ഹാക്ക് ഒട്ടും വിട്ടുകൊടുക്കാതെ പറഞ്ഞു. നിയമം അതിന്റെ വഴിക്ക് തന്നെ പോകും. അതിപ്പോ പ്രൊഫസർ ആയാലും മാനേജ്മെന്റ് ആയാലും തടസ്സപ്പെടുത്താൻ നോക്കിയാൽ സൂര്യവംശിയുടെ രീതി മാറും. അത് നിനക്ക് പണ്ടേ അറിയാവുന്നതാണല്ലോ ഇസ്ഹാക്ക്. സൂര്യവംശിയുടെ വാക്കുകളിൽ കൃത്യമായൊരു മുന്നറിയിപ്പുണ്ടായിരുന്നു. രണ്ടുപേരും തമ്മിലുള്ള ഈ സംസാരം അവരുടെ നിൽപ്പം കണ്ടപ്പോൾ തന്നെ റാഹലിന് കാര്യം മനസ്സിലായി. ഇവർ വെറും ഓഫീസറും സാറുമല്ല, പണ്ടേ നല്ല പരിചയമുള്ളവരാണ്, ശത്രുക്കളുമാണ്. ഒരു കാര്യം ഓർത്തു വെച്ചോളൂ, മേധയുടെ ആത്മഹത്യാ ശ്രമം സാധാരണ ഒരു കേസ് മാത്രമല്ല. ഇതിന് പിന്നിലുള്ള ആൾ ആരാണെങ്കിലും ഞാൻ പൊക്കും. അത് ചിലപ്പോൾ ഈ ക്ലാസ് റൂമിൽ നിന്നാണെങ്കിൽ പോലും. സൂര്യവംശി ഇസ്ഹാക്കിനെ തന്നെ നോക്കി പറഞ്ഞു. ഇരുവരും പരസ്പരം നോക്കുമ്പോൾ ക്യാമ്പസിലെ പുതിയൊരു പ്രശ്നം തുടങ്ങുകയാണെന്ന് അവിടെയുള്ളവർക്ക് മനസ്സിലായി. എന്റെ കർത്താവേ, ഇയാൾക്ക് എല്ലാവരോടും തൊണ്ടി പിടിക്കാനും തട്ടിക്കയറാനും മാത്രമേ അറിയത്തുള്ളൂ. നീ എന്താടി ഇപ്പൊ പിറുപെറുത്തത് എന്ന് ചോദിച്ചുകൊണ്ട് അനഘ അവളുടെ അടുത്തേക്ക് തന്നെ വന്നു. എന്റെ പൊന്നു പെങ്കൊച്ചെ, ഒന്നുമില്ല. റാങ്ക് ഹോൾഡറാണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറയുന്ന ഈ കാട്ടാളൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞതാണ്. അതൊന്നും എനിക്കറിയത്തില്ല മോളെ, പക്ഷെ ഒന്നറിയാം, ഇവർ രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കും. ആര് ജയിക്കും തോക്കും എന്ന് മാത്രം നോക്കിയാൽ മതി. പിന്നെ കേസ് അതെന്താണെങ്കിലും തെളിയും. ഈ സൂര്യവംശി ആള് ചില്ലറക്കാരനൊന്നുമല്ല. ഏറ്റെടുത്ത എല്ലാ കേസും തെളിയിച്ചതാണ് മോന്റെ ചരിത്രം. സൂര്യവംശി നേരെ നടന്നത് മേധ താഴേക്ക് ചാടിയ B ബ്ലോക്കിലേക്കായിരുന്നു. കൂടെ പ്രിൻസിപ്പളും 2 പോലീസ് ഓഫീസർമാരും ഉണ്ടായിരുന്നു. ലാബിൽ നിന്ന് ജനലിലൂടെ ഇസ്ഹാക്കും റാഹേലും അവൾക്കൊപ്പം അനഘയും ആ പോക്ക് നോക്കി നിന്നു. B ബ്ലോക്കിന്റെ മുകളിലത്തെ നിലയിലേക്ക് സൂര്യവംശി നടന്നു കയറി. മേധ താഴേക്ക് പതിച്ച ആ വശത്തേക്ക് അവൻ നടന്നു ചെന്നു. ടെറസിന്റെ കൈവരിയോട് ചേർന്നുള്ള ഭാഗം അവൻ സൂക്ഷ്മമായി പരിശോധിച്ചു. അവിടെ ഒരു പെൺകുട്ടിയുടെ ചെരുപ്പിന്റെ പാടുകൾ വ്യക്തമായി കാണാമായിരുന്നു. അവൻ സാവധാനം താഴേക്ക് നോക്കി. അവിടെ ഗ്രൗണ്ടിൽ ചോരപ്പാടുകൾ ഇപ്പോഴുമുണ്ട്. ആ ഉയരത്തിൽ നിന്നും ഒരു പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ചാടണമെങ്കിൽ അതിന് പിന്നിൽ അത്രമാത്രം ശക്തമായ എന്തോ ഒരു കാരണം ഉണ്ടായിരിക്കണം. സൂര്യവംശി കൈവഴിയിൽ തൊട്ടുനോക്കി. അവിടെ ചെറിയൊരു പോറൽ വീണിട്ടുണ്ടായിരുന്നു. അത് മേധ ചാടിയപ്പോൾ ഉണ്ടായതാണോ അതോ അതിനു മുമ്പ് അവിടെ എന്തെങ്കിലും തർക്കം നടന്നിരുന്നോ എന്ന് അവന് സംശയം തോന്നി. സർ, ഇവിടെ മേധയുടെ ഒരു ചെറിയ നോട്ട്ബുക്കും പേനയും കിടപ്പുണ്ടായിരുന്നു. ഞങ്ങളത് മാറ്റി സൂക്ഷിച്ചിട്ടുണ്ട്, കൂടെ ഉണ്ടായിരുന്ന കോൺസ്റ്റബിൾ പറഞ്ഞു. സൂര്യവംശി തലയാട്ടി. ആ സ്ഥലം കൃത്യമായി മാർക്ക് ചെയ്യ്. കോളേജിലെ CCTV ദൃശ്യങ്ങൾ മുഴുവൻ എൻ്റെ ഓഫീസിൽ എത്തിക്കണം. പ്രത്യേകിച്ച് ആ കഴിഞ്ഞ ദിവസത്തെ 2 ദൃശ്യങ്ങൾ. ടെറസിലെ പരിശോധനയ്ക്ക് ശേഷം സൂര്യവംശി താഴേക്ക് ഇറങ്ങി പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് നടന്നു. മേധയുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ ആരൊക്കെയാണ്? അവരെ എല്ലാവരെയും അടിയന്തരമായി എൻ്റെ മുന്നിലേക്ക് വിളിക്കണം, സൂര്യവംശി പ്രിൻസിപ്പാളിനോട് പറഞ്ഞു. പ്രിൻസിപ്പാൾ ഉടനെ തന്നെ പ്യൂണിനെ വിട്ട് മേധയുടെ ക്ലാസ്സിലെ സുഹൃത്തുക്കളായ 2 പെൺകുട്ടികളെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു. പേടിച്ച് വിറച്ചുകൊണ്ടാണ് അവർ റൂമിലേക്ക് കയറി വന്നത്. അവരുടെ കണ്ണുകൾ കരഞ്ഞു കലങ്ങിയിരുന്നു. ഇരിക്കൂ, സൂര്യവംശി കസേര ചൂണ്ടിക്കാട്ടി വളരെ ശാന്തമായി പറഞ്ഞു. കുട്ടികൾ പേടിക്കാതിരിക്കാൻ അവൻ തന്റെ തൊപ്പി മേശപ്പുറത്തേക്ക് വെച്ചു. സൂര്യവംശിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഗീതുവിന്റെയും പ്രിയയുടെ ഹൃദയമെടുപ്പ് വല്ലാതെ ഉയർന്നിരുന്നു. ആദ്യമായാണ് ഒരു പോലീസുകാരന്റെ മുന്നിൽ നിൽക്കുന്നത്, അതിന്റെ കൂടെ തങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി.
അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ശ്രമിച്ചുവെന്ന് ഇതുവരെയായിട്ടും വിശ്വസിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. ആ നടുക്കത്തിൽ നിന്നും പുറത്തു വന്നിട്ടില്ല എന്നതാണ് സത്യം. നിങ്ങൾ മേത്തയുടെ കൂടെ എപ്പോഴും ഉള്ളവരാണെന്നറിയാം. പേടിക്കേണ്ട കാര്യമില്ല. മേത്തയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നറിയാനാണ് ഞാൻ ചോദിക്കുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ അവൾക്ക് എന്തെങ്കിലും മാറ്റമുള്ളതായി തോന്നിയിരുന്നോ? ആരെങ്കിലും അവളെ ഭീഷണിപ്പെടുത്തുകയോ മറ്റോ ചെയ്തിരുന്നോ? സൂര്യവംശി ചോദിച്ചു. ആ പെൺകുട്ടികൾ പരസ്പരം നോക്കി. ഒരു കുട്ടി വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞു, അത് സാറേ, മേത്ത ഈ കുറച്ച് ദിവസങ്ങളായി ഭയങ്കര സങ്കടത്തിലായിരുന്നു. ആരോ ഫോണിൽ വിളിച്ച് എപ്പോഴും ശല്യം ചെയ്യുന്നുണ്ടെന്ന് അവൾ പറഞ്ഞിരുന്നു. പക്ഷെ അത് ആരാണെന്ന് ഞങ്ങളോട് പറഞ്ഞില്ല. ഗീതു അത് പറയുമ്പോൾ അതെല്ലാം ശരിയാണെന്ന പോലെ പ്രിയയും തലയാട്ടുന്നുണ്ടായിരുന്നു. ഫോൺ കോളുകളോ? അവളുടെ ഫോൺ ഇപ്പോൾ എവിടെയാണ്? സൂര്യവംശി കൂർപ്പിച്ചു ചോദിച്ചു. അവൾ ചാടുന്നതിന് തൊട്ടു മുമ്പ് ഫോൺ കയ്യിലുണ്ടായിരുന്നു സാറേ. പക്ഷേ താഴെ വീണപ്പോൾ അത് പൂർണ്ണമായി തകർന്നു പോയി എന്ന് തോന്നുന്നു, മറ്റേ കുട്ടി കരച്ചിലോടെ പറഞ്ഞു. അവരുടെ മറുപടി കേട്ടതും സൂര്യവംശി ഗൗരവത്തിലായി. മേത്തയുടെ ആത്മഹത്യക്ക് പിന്നിൽ ക്യാമ്പസിനകത്തുള്ള ആരോ ഉണ്ടെന്ന് അവൻ ഏകദേശം ഉറപ്പായി. അവൻ മേശപ്പുറത്തിരുന്ന ഡയറിയിൽ ചില കാര്യങ്ങൾ കുറിച്ചു വെച്ചു. ശരി, നിങ്ങൾ രണ്ടുപേരും ക്ലാസ്സിലേക്ക് തന്നെ പോയിക്കോളൂ. എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിച്ചോളാം. സാർ, നിങ്ങൾ പേടിക്കേണ്ട. ഇനി ഒരു പ്രശ്നം വരത്തില്ല. നിങ്ങളുടെ കൂട്ടുകാരി സേഫായിട്ട് തന്നെ തിരിച്ചു വരും. ഈ സമയം പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ പുറത്തുകൂടി നടന്നു വന്ന റാഹേൽ ജനലിലൂടെ അകത്തെ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു. മേത്തയുടെ കേസ് കോളേജിലെ എല്ലാവരെയും ബാധിക്കാൻ പോകുകയാണെന്ന് അവൾക്ക് മനസ്സിലായി. നീ എന്തോ നോക്കി നിൽക്കുവോ ഇവിടെ? പെട്ടെന്ന് പുറകിൽ നിന്നുള്ള ഗർജനം കേട്ടപ്പോഴാണ് റാഹേൽ പുറകോട്ട് നോക്കിയത്. എന്റെ കണ്ണ് ഞാൻ നോക്കും, അതിന് സാറിന് എന്താ പ്രശ്നം? നിന്റെ കണ്ണും നാക്കും മൂക്കും ചെവിയും കൊണ്ട് ആവശ്യമില്ലാത്തത് കാണാനും കേൾക്കാനും ഒക്കെ പോയ പൊന്നു മോള് വിവരം അറിയും. അത്രേ ഉള്ളൂ, അല്ലാതെ എനിക്കൊന്നും വരാനില്ല. പിന്നെ ഞാൻ കുറച്ചു നേരമായി ശ്രദ്ധിക്കുന്നുണ്ട്. മോൾക്ക് എന്തൊക്കെയോ കള്ളത്തരങ്ങളുണ്ട്. അത് നല്ലതിനാവില്ല. അവനൊരു പ്രത്യേക ടോണിൽ അത് പറഞ്ഞുകൊണ്ട് ഒരു കൂസലുമില്ലാതെ അവൻ പ്രിൻസിപ്പലിന്റെ ഓഫീസിലേക്ക് കയറിപ്പോയി. അവന്റെ ആ ചോദ്യം പറച്ചിലും കേട്ടപ്പോൾ റാഹേലിന്റെ മനസ്സിൽ ഒരു ഇടിമിന്നൽ വെട്ടി. പിന്നെ അധിക സമയം അവിടെ നിൽക്കാതെ അവൾ വേഗം തന്റെ ക്ലാസ് റൂമിലേക്ക് പോയി. എന്തായി പോലീസുകാരുടെ അന്വേഷണമൊക്കെ? പ്രതി അങ്ങ് പിടിച്ചോ? ഇസ്ഹാക്ക് വ്യാധിയാർ എന്നെ കളിയാക്കാൻ ഇറങ്ങിയതാണോ? എങ്കിൽ ഒത്തിരി കളിയാക്കാൻ ഒന്നും വേണ്ട. അധികം താമസിക്കാതെ തന്നെ നിന്റെ മുന്നിൽ നിന്നും ഈ സൂര്യവംശി പ്രതിയെ പിടിച്ചിരിക്കും. കുറെ നടന്നത് തന്നെ. നടത്തി കാണിക്കാനല്ലേ ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയത് തന്നെ. നിന്റെ അഹങ്കാരം ചാടയുമെല്ലാം ഈ കേസോടെ തീർത്തിരിക്കും ഈ സൂര്യവംശി. അതൊക്കെ സാറിന് കുറച്ച് ബുദ്ധിമുട്ടാകും. കാരണം ഇത് പെട്ടെന്നങ്ങ് വന്ന അഹങ്കാരം ചോരത്തിളപ്പും ഒന്നുമല്ല. വർഷങ്ങളുടെ കുടുംബ മധ്യമവും പേരുമുള്ള നല്ല റോയൽ ബ്ലഡ് ആണ്. അതുകൊണ്ട് ഇതൊന്നും മാറ്റി എഴുതാനുമൊന്നും പ്രകാശിന്റെ മകൻ സൂര്യവംശി വളർന്നിട്ടില്ല. നീ എന്താടാ പറഞ്ഞേ? അത് പോലീസ് യൂണിഫോമിൽ നിൽക്കുന്ന ഒരു പോലീസുകാരനോട്? ചുമ്മാ അടങ്ങ സാറേ. അത് പറഞ്ഞുകൊണ്ട് ഇസഹാക്ക് റോയൽ ചുരുട്ടിപ്പിടിച്ച തന്റെ ഷർട്ടിൽ നിന്നും അവന്റെ കൈ ബലമായി അങ്ങ് പിടിച്ചു മാറ്റി. ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറയാൻ കിടക്കുന്നതല്ലേ ഉള്ളിനി. പ്രകാശൻ എന്റെ വല്യപ്പന്റെ കാറിന്റെ ഡ്രൈവർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ രാധാമണി ഞങ്ങളുടെ വീട്ടിൽ അടുക്കളയ്ക്ക് ജോലിക്ക് നിന്നിരുന്ന സ്ത്രീ. അവരുടെ മകൻ, അതായത് ഞങ്ങളുടെ വീട്ടിലെ ഉപ്പ് ചോറ് തിന്നു വളർന്ന നീ എന്റെ കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും ഒന്ന് ചോദ്യം ചെയ്യാൻ വളർന്നിട്ടില്ല. മോനെ ഇസഹാക്കെ, എന്റെ അപ്പനും അമ്മയും അവിടുന്ന് കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ഒരേ ജോലി ചെയ്തിട്ടാ, അല്ലാതെ നിന്റെ കുടുംബക്കാരുടെ ഔദാര്യം തന്നിട്ടൊന്നുമല്ലല്ലോ. അതുകൊണ്ട് കൂടുതൽ ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വന്നേക്കരുത്. കാശിന്റെ അഹങ്കാരമുണ്ടെങ്കിൽ അതെന്റെ പൊന്നുമോന്റെ കൈ തന്നെ വെച്ചോണം. ഇത് നിനക്ക് നിന്റെ കുടുംബ പാരമ്പര്യമായിട്ട് കിട്ടിയ ജോലിയാണെങ്കിൽ ഞാനിത് അന്തസ്സായിട്ട് പഠിച്ചു മേടിച്ച ജോലിയാണ്. അതുകൊണ്ട് നിന്റെ അഹങ്കാരം കൊണ്ട് ഇങ്ങോട്ട് വന്ന പൊന്നുമോ മേടിച്ചു കൂട്ടും. പിന്നെ നീ പൊക്കിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന അന്തസ്സും കാര്യങ്ങളുമൊക്കെ ഈ കേസ് തെളിയുമ്പോൾ അറിയാം. കപ്പല് കയറുമോ ഇല്ലയോ എന്ന്. അത് പറയുമ്പോൾ സൂര്യവംശിയുടെ മുഖത്ത് ഒരു പുച്ഛച്ചിരിയായിരുന്നു. നീ ഒത്തിരി പുച്ഛിക്കേണ്ട. എന്റെ കുടുംബത്തിന്റെ അന്തസ്സിന് ഒരു കൂട്ടവും തട്ടാതെ നോക്കാൻ കാവലായി ഇസഹാക്കുണ്ട്. നിനക്ക് ചെയ്യാവുന്ന നീ അങ്ങ് ചെയ്യ്. ബാക്കി നോക്കാൻ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. കാണാം ആര് ജയിക്കുമെന്ന്. അത് പറഞ്ഞുകൊണ്ട് സൂര്യവംശി തന്റെ തൊപ്പി തലയിൽ ഒന്നുകൂടി നേരെ വെച്ചു. കാണാൻ തന്നെയാണ് പോകുന്നത്. അതും പറഞ്ഞുകൊണ്ട് തന്റെ കസേരയിലേക്ക് ഒന്നുകൂടി മലർന്നിരുന്നു ഇസഹാക്ക്.
അവനോട് ഇനി കൂടുതലൊന്നും പറയാനില്ല എന്ന പോലെ സൂര്യയും ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നുകൂടി ഇസഹാക്കിനെ തിരിഞ്ഞു നോക്കാൻ അവൻ മറന്നില്ല. റാഹിൽ കോളേജ് വിട്ട് വീട്ടിലേക്ക് ചെന്ന് കയറിയപ്പോൾ തന്നെ അമ്മച്ചി വിശേഷങ്ങളും ചോദിച്ച് അവളുടെ കൂടെ തന്നെ കൂടി. എടി കൊച്ചേ, അത് ഇന്നാള് ഒരു ദിവസം നിന്റെ കൂടെ ഇവിടെ വന്ന പെങ്കൊച്ചല്ലേ? ശരിക്കും ആ കൊച്ച് എന്നാത്തിന് ഇതൊക്കെ ചെയ്തതെന്നറിഞ്ഞോ? ഇപ്പൊ TV വെച്ച് കഴിഞ്ഞാൽ അത് മാത്രമേ കേൾക്കാനുള്ളൂ. എൻ്റെ പൊന്നമ്മച്ചി, ആകെ തലവേദന എടുത്ത് കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വന്നതാ. അന്നേരം ഇമ്മാതിരി ചോദ്യങ്ങളും കൊണ്ട് നിൽക്കാതെ ഒന്ന് പോകുന്നുണ്ടോ? അല്ലേ, ഇത് നല്ല കോള്. ഒരു കാര്യം നിന്റെയൊക്കെ കോളേജിൽ ഉണ്ടായപ്പോ അത് ചോദിച്ചതാണോ ഇത്ര വലിയ പ്രശ്നം? കൂട്ടുകാരിയാണ് മറ്റേതാണ് എന്നൊക്കെ പറഞ്ഞ് നീയല്ലേ അതിനെ കെട്ടിയെടുത്ത് ഇവിടൊക്കെ കൊണ്ടുവന്നത്. ഇനി ഇതിനെ ചുറ്റിപ്പറ്റി ഏതെങ്കിലും പോലീസുകാരൊക്കെ ഇവിടെ വരുവോടി? അതൊന്നും എനിക്കറിയത്തില്ല. വരുന്നവരൊക്കെ വന്നിട്ട് പൊക്കോളും. അമ്മച്ചി തൽക്കാലം പോയി ഒരു ചായ ഇടാൻ നോക്ക്. എനിക്കൊന്ന് കിടക്കണം.